DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ക്രൂഡ് ഓയിൽ വിലയിടിവിന് പിന്നാലെ LPG പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. 180 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ 19 കിലോഗ്രാം വരുന്ന ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 3131 രൂപയിൽ നിന്ന് 2951 രൂപയായി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള LPG വിതരണം പ്രതിസന്ധിയിലായതോടെ വാണിജ്യ സിലിണ്ടറിന് 1384 രൂപ കൂട്ടിയ ശേഷമാണ് ഇപ്പോൾ അല്പം ആശ്വാസമെന്ന നിലയിൽ വിലയിൽ ചെറിയ കുറവ് വരുത്തിയിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ദേശീയ സെൻസസ് 2027ന്റെ ഭാഗമായി ആദ്യഘട്ടമായ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും പട്ടിക തയ്യാറാക്കലും സെൻസസിനുമായി എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തുന്നത്. ആകെ 34 ചോദ്യങ്ങളാണ് വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർ വിവരശേഖരണത്തിനായി ചോദിക്കുക. ഈ ചോദ്യങ്ങൾ നേരത്തെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ നടത്താൻ ജൂൺ 30 വരെ അവസരം നൽകിയിരുന്നു. സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരം നൽകിയവർക്ക് ലഭിച്ച Hൽ തുടങ്ങുന്ന 11 SCID നമ്പർ എന്യൂമറേറ്റർക്ക് നൽകിയാൽ എന്യൂമറേറ്റർക്ക് ഈ 34 ചോദ്യങ്ങൾക്ക് വീണ്ടും വിവരശേഖരണം നടത്തേണ്ടതില്ല. നൽകിയ ഉത്തരങ്ങൾ സ്ഥിരീകരിച്ചാൽ മാത്രം മതി. സെൽഫ് എന്യൂമറേഷൻ മുഖേന നൽകിയ വിവരങ്ങളിൽ തിരുത്തുണ്ടെങ്കിൽ അത് എന്യൂമറേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി തിരുത്തുകയും ചെയ്യാം. അടുത്ത അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായുള്ള VBG റാംജി സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ ദിനം 66,688 തൊഴിലാളികൾ ജോലി ചെയ്തു. പ്രതിദിനം 369 രൂപ വേതനം ലഭിച്ചിരുന്ന സ്ഥാനത്ത് പുതിയ പദ്ധതിയിൽ 401 രൂപയാണ് കേരളത്തിലെ കൂലി. 125 തൊഴിൽ ദിനങ്ങൾ ലഭിക്കും. പുതിയ പദ്ധതിയിൽ ബയോമെട്രിക് ഹാജർ, GPS അധിഷ്ഠിത തൊഴിൽ സ്ഥല നിരീക്ഷണം, മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള റിയൽ ടൈം ഡാഷ്ബോർഡ്, പ്രതിവാര പൊതുവിവര അറിയിപ്പ് സംവിധാനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രവിഹിതത്തിലെ കുറവുകൾ പരിഹരിച്ച് തുകകൾ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പെൻഷൻ അർഹതാ മാനദണ്ഡ പരിശോധനകൾ കർശനമാക്കാൻ സാധ്യതയുണ്ട്. AC സൗകര്യമുള്ള വീടുകൾ ഉള്ളവർക്ക് നിലവിൽ പെൻഷൻ അർഹതയില്ലെങ്കിലും ഇനി മുതൽ വീടിന്റെ വലിപ്പം, വാഹനങ്ങൾ എന്നിവ കൂടി പരിശോധിച്ച് അർഹത നിശ്ചയിക്കാനും ഉദ്യോഗസ്ഥർ വീടുകയറി പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ 21 ശേഷമുള്ള കടമെടുപ്പിന് ശേഷം 23-ാം തീയതിയോടെ ആരംഭിക്കുവാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.